അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നാം അറിയേണ്ടതായി പഠിപ്പിച്ചിട്ടുള്ള ഏതാനും കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. വിശ്വാസികളായ നാം എല്ലാവരും സത്യത്തെ മനസ്സിലാക്കി അതിൻ്റെ യഥാർത്ഥ വക്താക്കളായി മരണം വരെ നിലകൊള്ളാൻ ബാധ്യത ഉള്ളവരാണ്. അതിനായി ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ. ഇത് ലോകം അവസാനിക്കുന്നത് വരെ തുടരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ ഉണർത്തിയിട്ടുള്ള കാര്യവുമാണ്. അതേ ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ച മറ്റൊരു കാര്യം ലാ യളുറുഹും മൻ ഖദലഹും എന്നാണ്. സത്യം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ ചതിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അവരെ സഹായിക്കാതെ, അവരെ പിന്തുണക്കാതെ മറ്റു പല വഴികളിലേക്കും മാറിപ്പോയാൽ അവർക്കും സത്യത്തിൻ്റെ ആളുകളെ എതിർക്കാനോ ഇല്ലായ്മ ചെയ്യാനോ കഴിയില്ല എന്ന് അതേ ഹദീസിലൂടെ തന്നെയാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം മരണം വരെ എങ്ങനെ ആകണം എന്നത് ഈ ആയത്തിലും ഹദീസിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും ആശിക്കേണ്ടത്. അഥവാ സത്യത്തിന് വേണ്ടി പ്രകടമായി പരസ്യമായി ഉണ്ടാകണം. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഏത് വഴിയിലൂടെ അതിനെതിരായ ശബ്ദങ്ങൾ വന്നാലും അതൊന്നും എന്നെ തളർത്തുകയില്ല, എന്നെ മരവിപ്പിക്കുകയില്ല എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകണം. നമ്മുടെ ബാധ്യത സത്യം പഠിക്കുക, പകർത്തുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നതാണ്. ഇതിലൂടെ മാത്രമാണ് ഇസ്ലാമിക ലോകത്ത് വിജയമുണ്ടായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അള്ളാഹു ഏൽപ്പിച്ച തബ്ലീഗ്, എത്തിക്കൽ എന്ന ബാധ്യത കൃത്യമായി നിർവഹിച്ച ചരിത്രമാണ് നമ്മൾ കാണുന്നത്. 23 വർഷങ്ങളിൽ എന്തൊക്കെ അവിടുന്ന് സഹിച്ചു, എത്ര ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു, ശാരീരിക മർദ്ദനങ്ങൾ, വേദനകൾ അനുഭവിക്കേണ്ടി വന്നു, മാനസികമായി തളർത്തുന്ന എന്തൊക്കെ കേൾക്കേണ്ടി വന്നു. കുടുംബത്തെ പറ്റി പോലും അതിശക്തമായ ആരോപണങ്ങൾ ഉണ്ടായില്ലേ? സ്വഹാബികളെ സംബന്ധിച്ച് പല നിലക്കുമുള്ള കുപ്രചരണങ്ങൾ അക്കാലത്തുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളിൽ നിന്ന് ഭ്രാന്തൻ എന്ന് കേൾക്കേണ്ടി വന്നു. മജ്നൂൻ, ഭ്രാന്തന. അതുപോലെ മാരണം ബാധിച്ച് എന്തൊക്കെയോ പറയുന്നവനാണ്, കവിയാണ്. പല നിലക്കും ഉള്ള ആക്ഷേപങ്ങൾ കേട്ടു. കൊല്ലാൻ വരെ അക്കാലത്തുള്ള ശത്രുക്കൾ മടിച്ചില്ല. ഇങ്ങനെ എന്തൊക്കെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് എന്തിന്റെ പേരിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി തറവാട്ടിൽപ്പെട്ട ആളാണ്. മനസ്സിലാക്കണം, അന്നത്തെ ഏറ്റവും വലിയവർ ഖുറൈശികളാണ്. ആ തറവാട്ടിലെ ഒരംഗമായിട്ട് കൂടി ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അത് മറ്റൊന്നുകൊണ്ടല്ല, അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ, ചടുലമായി നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായി. അവിടുന്നാണ് നമ്മളോട് പറഞ്ഞത് ബല്ലിഗു അന്നി വലൗ ആയ, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ അറിയിക്കുക എന്നതിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച്
മനസ്സിലാക്കിയവർ എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് നമുക്ക് എവിടെ ദഅവത്ത് ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും നടന്നു വന്നൊരു പ്രക്രിയ എന്താണ്? പഠിക്കുക, പകർത്തുക, പ്രചരിപ്പിക്കുക. ഇതാണ്. നമ്മൾ പറയുന്ന കാര്യത്തെപ്പറ്റി, പഠിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. നിസ്കരിക്കാൻ അറിയാത്ത ഒരാള്, നിസ്കരിക്കാത്ത ഒരാള് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ അർത്ഥമല്ല. കാരണം അയാൾ നിസ്കരിക്കണില്ല, അയാൾക്ക് നിസ്കാരം എന്താണെന്ന് അറിയില്ല. അതല്ല ഇവിടെ പ്രശ്നം. ഞാൻ പറയുന്ന, പഠിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി എനിക്ക് ധാരണ ഉണ്ടാകണം. അപ്പോഴാണ് എന്റെ മുമ്പിലുള്ള രോഗത്തെ ചികിത്സിക്കാൻ സാധിക്കുക. എന്റെ മുമ്പിലുള്ളവർക്ക് രോഗം വരാതെ അവരെ സംരക്ഷിക്കാൻ സാധിക്കുക. എപ്പോഴാണ്? ഇത് അറിയണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർ റആ മിൻകും മുൻകറൻ, ഒരു തെറ്റായ കാര്യം ആര് കണ്ടു? മർ റആ മിൻകും മുൻകറ, നിങ്ങളിൽ നിന്ന് ആര് കണ്ടാലും. ഈ ആര് കണ്ടാലും എന്നതിൽ എല്ലാം പഠിച്ചവർ മാത്രം എന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അവിടെ മർ റആ മിൻകും മുൻകർ എന്നാണ്, നിങ്ങളിൽ ആര് കണ്ടു എന്നാണ്. അപ്പൊ എല്ലാം പഠിച്ചവർ എന്നല്ല. ആഴത്തിൽ ഏത് വിഷയം കിട്ടിയാലും അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തി നേടിയവർ എന്ന ഹദീസിൽ നിന്ന് കിട്ടൂല. മർ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദിഹി, ആദ്യം കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തടയാം. ഇല്ലെങ്കിൽ വബിലിസാനിഹി, അവന്റെ നാവ് കൊണ്ട് തടയണം. അതിനും കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക. എന്തൊരു മോശ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സുകൊണ്ട് വെറുക്കണം. അപ്പോ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് സത്യം എത്തിക്കുക, ജനങ്ങളെ തഅലീം ചെയ്യുക, പഠിപ്പിക്കുക എന്നത് ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈർ, മൻ ദല്ല അലാ ഖൈർ, ഒരാൾ ഒരു നന്മ അറിയിച്ചാൽ ആ നന്മ ഏതാണ്? വൽതകും മിൻകും ഉമ്മതൻ യദ്ഊന ഇലൽ ഖൈർ. കണ്ടോ, ആ ഖൈറിലേക്ക് വിളിക്കുന്ന. അപ്പോ നമ്മൾ അറിഞ്ഞ ഒരു നന്മ, ഒരു ഖുതുബയിൽ നിന്ന് കിട്ടിയത്, ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്, നല്ല ഒരു പ്രാമാണിക ലേഖനം വായിച്ച് കിട്ടിയത്, അങ്ങനെ കിട്ടിയ ഒരു നന്മ ഒരാളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അത് മനസ്സിലാക്കി ഒരുത്തൻ ചെയ്യാൻ തയ്യാറായാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന കൂലി എന്താണോ അതേ കൂലി ഒട്ടും കുറയാതെ അള്ളാഹു നമുക്ക് തരും. ഇതില് വെറും പണ്ഡിതന്മാര് മാത്രമാണ് വരിക എന്ന് പറഞ്ഞാൽ ഒരു അനീതിയല്ലേ അത്? അവിടെ എവിടെ നീതി ഉള്ളത്? അപ്പൊ അള്ളാഹുവിന്റെ നിയമം നീതിപൂർണാണ്. ഇനി അതല്ല, മൻ ദആ ഇലാ ഹുദാ, നേർമാർഗത്തിലേക്ക് ഒരാളെ വിളിക്കുക, നേർമാർഗത്തിലേക്ക് ഒരാളെ വിളിക്കുക. അപ്പോ ഹുദയായി, സന്മാർഗമായി പഠിപ്പിക്കപ്പെട്ടതിലേക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലതഹ്ദി, നിങ്ങൾ വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ്. നമുക്ക് ഒരാളെ പിടിച്ചിട്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്താനൊന്നും കഴിയൂല. നല്ലതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക. ഇത് ചെയ്തോ, ഇങ്ങനെ അവസരമുണ്ട്, വന്നോ എന്ന് പറയും. ഇങ്ങനെ എത്ര ഹദീസുകളാണ്. ഇനി മാത്രവുമല്ല, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണല്ലോ സ്വഹാബത്തിൽ മാറ്റണ്ടായത്, അല്ലെ? എത്ര വിഷയങ്ങളാണ് ഒരൊറ്റ സ്വഹാബിയിലൂടെ കിട്ടിയ വിഷയങ്ങൾ എത്ര ഉണ്ട്? ഇപ്പൊ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ കർമ്മങ്ങളും നീയത്തനുസരിച്ചു കൊണ്ടാണ്. അത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ വന്ന വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ഹദീസ് വരുന്നത്. നമ്മൾ വിശ്വസിക്കേണ്ട ഹദീസല്ലേ? അപ്പോ ആ ഒരു സ്വഹാബിയിലൂടെ വന്ന കാര്യമല്ലേ എല്ലാ കാലത്തും സ്വീകരിച്ചു പോന്നത്? എല്ലാ സ്വഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് എല്ലാം മനസ്സിലാക്കി ആഴത്തിൽ അറിവ് നേടിയിട്ടാണോ അവർ ദഅവത്തിന്റെ മേഖലയിലേക്ക് പോയത്? അല്ല. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പറഞ്ഞയച്ചു. യമനിലേക്ക് 3 സ്വഹാബികളെ പറഞ്ഞയച്ചത്. യമനിന്റെ 3 ഭാഗത്തേക്കായിട്ട് 3 ആളുകളെ. അതിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉണ്ട്, അതേപോലെ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇങ്ങനെയുള്ള സ്വഹാബികളെ പറഞ്ഞയച്ചത്. മുആദ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങൾ തിരിച്ചു വന്നാൽ ചിലപ്പോൾ എന്റെ ഖബറിന്റെ അടുത്തുകൂടെ നടക്കേണ്ടി വരും. അപ്പോ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകും മുമ്പ് തന്നെ അവർക്ക് ലഭ്യമായ അറിവ് കൊണ്ട് അവർ പല നാടുകളിലേക്കും പോയിട്ടുണ്ട്. ഇത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിനിടയിൽ തന്നെ മസ്അലാപരമായ എത്ര വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മസ്അല എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിഷയങ്ങളല്ല, അടിസ്ഥാന വിഷയങ്ങളിൽ ഒരു പ്രശ്നമല്ല, അഥവാ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ അല്ല, മറിച്ച് ചില ശാഖാപരമായ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ വിഷയങ്ങൾക്ക് ഇടയിൽ അവർക്ക് ഇഖ്തിലാഫ് ഉണ്ടായി. ഇഖ്തിലാഫ് ഉണ്ടായതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പാർട്ടി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വേറെ പാർട്ടി, അലി റളിയല്ലാഹു അൻഹു വേറെ പാർട്ടി, അബൂബക്കർ റളിയല്ലാഹു അൻഹു വേറെ പാർട്ടി. അങ്ങനെ ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരിക്കലും ഒരു മസ്അല, ഒരു ചെറിയ വിഷയം പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയാവുക, അവർക്ക് തെളിവിലൂടെ ബോധ്യപ്പെട്ട കാര്യം പ്രബലമായിട്ട് അവർ പറയുക എന്നത് ഒരിക്കലും ഒരു ഫിർഖത്തിന്, ഒരു കക്ഷിയാകാനുള്ള തെളിവല്ല. അങ്ങനെ പാടില്ല. എന്നാലോ ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ വിശ്വാസപരമായ കുറെ വ്യതിയാനങ്ങൾ പ്രകടമായി. ചില ആളുകൾ പറഞ്ഞു സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കർശനമായ നിലപാടെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൊടുത്ത ഒന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ തരുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളുമായി യുദ്ധം ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെയൊക്കെ വേണോ, അത്രയൊക്കെ വേണോന്ന് ചോദിച്ചു. ഹദീസന് പറഞ്ഞു കൊടുത്തു. മനസ്സിലായി, ഹദീസന് പറഞ്ഞു കൊടുത്തു. ഇതാ ഇന്ന ഹദീസുണ്ട്, നിസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. നിസ്കാരം ഒരു ബാധ്യതയാണ്, സക്കാത്ത് വേറൊരു ബാധ്യതയാണ്, നോമ്പ് വേറൊരു ബാധ്യതയാണ്, വേർതിരിവ് കാണിക്കാൻ പാടില്ല. അക്കാലത്ത് മുർത്തദ്ദുകളായി പല ആളുകളും പോയി, മതം വിട്ടുപോയി. എന്തേ പറഞ്ഞത്? അവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. കാരണം മതം വിട്ടുപോകുന്ന പച്ച കുഫറാണ്. അതൊരിക്കലും ഒരു ഖിലാഫിയായ മസ്അലയായിട്ട് കാണാൻ പറ്റൂല. ഇതാണ് രണ്ട് വ്യത്യാസം. അത് എല്ലാ കാലത്തും ഉണ്ടാവും. ഇപ്പോ 4 മദ്ഹബിന്റെ ഇമാമുകൾ എടുത്തു നോക്കൂ നിങ്ങൾ. ആ 4 മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിലും ഖിലാഫിയായ കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ പേരിൽ അവർ 4 ആളും 4 ഗ്രൂപ്പായി 4 ടീമായി പോയിട്ടുണ്ടോ? ഇല്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ അവരെല്ലാം ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. അത് കിതാബുകളിൽ കൃത്യമായിട്ട് കാണാം. അവര് വിശ്വാസപരമായ വിഷയങ്ങളിൽ പറഞ്ഞ വാക്കുകളും മറ്റൊക്കെ കൃത്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഇത് എല്ലാ കാലത്തും ഉണ്ട്, അത് ഈ കാലത്തും ഉണ്ട്. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പലർക്കും കിട്ടിയ തെളിവുകൾ അവർ മുന്നോട്ട് വെക്കും, ചർച്ചകൾ നടക്കും. അതിൽ നിന്ന് കൃത്യമായ ഒരു നിലപാട്, ഒരു പ്രബലമായ നിലപാട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരും. അതാണ് ആ വിഷയം. അത് എല്ലാ കാര്യം, ഇപ്പൊ ഭൗതിക വിഷയം തന്നെ എടുത്തു നോക്കുകയാണ് നിങ്ങൾ. ഭൗതിക വിഷയത്തിലും അതേ കാര്യങ്ങളുണ്ടല്ലോ. ഇനി മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാരാണ്? മനുഷ്യരായ ആളുകൾ തന്നെയാണ്. അതിന്റെ സ്ഖലിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ആരാ അവിടെ മഅസൂമുകളായി ഒരു തെറ്റില്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? പക്ഷെ എന്നാലും ഹക്ക് എന്നത് തകരൂല, സത്യം തകരൂല, സത്യം ഒരിക്കലും പൊളിയൂല. ആ സത്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്നവർക്ക് ശക്തി പകരുക എന്നതാണ് ഇസ്ലാമിനോടും അഹ്ലുസുന്ന വൽ ജമാഅയോടും കൂറുള്ളവർ, ഇഷ്ടമുള്ളവർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രത്യേക ടീമായി, വിഭാഗമായി തെറിച്ചു പോകും. വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനു മഅസ്സാദിഖീൻ. കണ്ടോ, സ്വാദിഖീങ്ങളുടെ കൂടെ, സത്യസന്ധരുടെ കൂടെ നിങ്ങൾ നിൽക്കണം. അപ്പൊ ആളുകൾ സംശയിക്കും, എങ്ങനെയാണ് ഇത്രയും സംഘടനകൾ ഉണ്ടാകുമ്പോ സത്യം എങ്ങനെയാ മനസ്സിലാക്കുക? അത് കുറച്ച് ഇടങ്ങേറ്, ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അല്ലേ എന്ന് ചിന്തിക്കും. നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. നമുക്ക് നിത്യേന ധരിക്കാനുള്ള ഷർട്ട് മാത്രം എടുക്കുക. ആ ഷർട്ട് എത്ര കമ്പനികളതുണ്ട് റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിൽ, അല്ലേ? ഇനി അത് ശീല വാങ്ങുകയാണെങ്കിൽ എത്ര തരം ശീലകളുണ്ട്. പോകട്ടെ, അത് തുന്നി തയ്ച്ചു തരണമെങ്കിൽ എത്ര ടൈലർമാരുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു ടൈലർ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അല്ലേ? നമുക്ക് വേണ്ട ഒരു ശീല നമ്മൾ തിരഞ്ഞെടുക്കുന്നു. നമുക്ക് വേണ്ട ഒരു കമ്പനിയുടെ ഷർട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. എത്ര മണിക്കൂർ നമ്മൾ കൊടുക്കും,
എവിടേക്ക് യാത്ര, ഇവിടുന്ന് പാലക്കാട് ടൗണിൽ പോണോ അവിടെ നമ്മൾ പോകും, കോയമ്പത്തൂര് പോണോ അവിടെ പോകും. എന്ത്? ചിലപ്പോൾ ഒരൊറ്റ പീസിനാക്കാരം, ഒരു ഷർട്ട് കിട്ടാനാക്കാരം കോയമ്പത്തൂർ പോവുക. എത്ര എണ്ണ ചെലവായി, എത്ര സമയം ചെലവായി അല്ലെ? ക്ഷീണം ഉണ്ടായില്ലേ, തളർച്ച ഉണ്ടായില്ലേ, ജോലി വരെ പോയില്ലേ, അന്ന് ലീവ് എടുത്തു. എന്തേ? ഈ ഷർട്ട് വളരെ നിർബന്ധമാണ്, ഇത് നാളേക്ക് എനിക്ക് അത്യാവശ്യമാണ്, ഇന്ന് ജോലി പോയാലും വേണ്ടിയില്ല, ഷർട്ട് എനിക്ക് വേണം. അങ്ങനെയല്ലേ മനുഷ്യന്റെ മനസ്സ്? അപ്പൊ ദുന്യാവിത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഇതൊക്കെ നടക്കും, ആഖിറത്തിലേക്ക് നടക്കൂല. അതിലേതാ ശരി, എവിടെ തെറ്റ്? ആഖിറത്തിലേക്കുള്ള കാര്യം നടന്നിട്ട് മതി. കാരണം എന്താ അറിയോ, നമ്മൾ തെരഞ്ഞെടുത്ത് വാങ്ങുന്ന കുപ്പായിട്ട് നമ്മൾ മയ്യത്ത് കെട്ടിൽ പോകൂല. മനസ്സിലാവുണ്ടോ? ആ കുപ്പായിട്ട് നമ്മൾ പോകൂല. നമ്മൾ ഏത് കുപ്പായിട്ടേ പോകുള്ളൂ അറിയോ? പരലോകത്തേക്ക് വേണ്ടി മനസ്സിനെ വിശുദ്ധമാക്കാൻ നമ്മൾ ധരിച്ചൊരു കുപ്പായുണ്ട്. ആ കുപ്പായ ആരും കാണൂല, അതിന്റെ കളർ ആർക്കും അറിയില്ല. മനസ്സിലാവുണ്ടോ? അത് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അപ്പൊ കുറച്ച് മെനക്കെടേണ്ടി വരും. ചിലതൊക്കെ വായിക്കണം, ചിലത് കേൾക്കണം, അങ്ങനെ സമയം എടുക്കണം. നമ്മൾ അല്ലാഹ്ക്ക് സമയം കൊടുത്തില്ലെങ്കിൽ ആരെ കൊടുക്കുക? നിങ്ങൾ പറയും. നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആര് കൊടുക്കും? ഇവിടുത്തെ നല്ലൊരു ശതമാനം ആളുകൾ ശിർക്കിലും ഖുറാഫത്തിലുമാണ്, നല്ലൊരു ശതമാനം. ബാക്കി ശതമാനത്തിൽ പലരും അലക്ഷ്യമായി നടക്കുകയാണ്. അതില് ബാക്കിയുള്ളവർ വേറെ ചിന്തകളിലാണ്. അതില് ബാക്കിയുള്ളവർ ഹക്കിനെ തകർക്കാനുള്ള പണിയിലാണ്. അതില് ബാക്കിയുള്ള ഒരു കൊച്ചു ടീമാണ്, സംഘാണ് എന്തിനുള്ളത്? ഈ കാര്യത്തിനുള്ളത്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാണി, 100 ഡിവൈഡ് ചെയ്ത് നോക്കാണി, ആ 100ൽ 1% ചിലപ്പോൾ എന്തിനുണ്ടാവുള്ളൂ അറിയോ? ഇതുപോലെ കൂടിയിരിക്കണ്ടാകുള്ളൂ. ബാക്കി 99 വേറെ പല കോലത്തിലാണ്. ഇത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സത്യം നമ്മൾ കണ്ടെത്തന്നെ വേണം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹം ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഗാധ ജ്ഞാനമുള്ള ഒരു പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ. അദ്ദേഹമൊക്കെ അള്ളാന്റെ ദീനിന് കൊടുത്ത സേവനങ്ങൾ കണ്ടാലേ നമ്മളെ കണ്ണുകൊണ്ട് അതിങ്ങോട്ട് എത്തിപ്പിടിക്കാൻ കഴിയൂല. അത്രത്തോളം സേവനങ്ങളാണ്. എഴുതി കൂട്ടിയ ഗ്രന്ഥങ്ങൾ എത്ര, അദ്ദേഹം കൊടുത്ത വൈജ്ഞാനിക മറുപടികൾ എത്ര, വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ എത്രയാണ്. ഇന്നും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയെ ഓർക്കുന്നത് ആ പേരുകൊണ്ടല്ല, അദ്ദേഹം ദീനിന് ചെയ്ത ആത്മാർത്ഥമായ സത്യസന്ധമായ സേവനങ്ങൾ കൊണ്ടാണ്. ഈ ആയത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ? വകൂനു മഅ സ്വാദിഖീൻ എന്ന് അല്ലാഹ് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദുല്ലാഹി മഅൽ ജമാഅ, സംഘത്തിന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ കൈയുള്ളത്. സംഘത്തിന്റെ കൂടെ, ഒറ്റക്കൊറ്റക്ക് തെറിച്ച് പലതും ചിന്തിച്ച് പോകുന്നവരെ കൂടെ അല്ല, അവർക്ക് അല്ല, മറിച്ച് അള്ളാന്റെ ദീനിന് വേണ്ടി രണ്ടാളാണോ രണ്ടാൾ, ഒരാളാണോ ഒരാൾ, അതാണ് ആ ജമാഅത്ത്. ഒറ്റ ആളാണെങ്കിൽ ഒരാൾ ജമാഅത്ത്. വേറെ പലരും എന്താണ്? ദീനിനെ തകർക്കാനുള്ള ചിന്തകളിലാണ്, ദീനിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഹക്ക് ഒന്നുള്ളൂ, അതിനു വേണ്ടി ഒരാളോ ഉള്ളൂ എങ്കിൽ അയാളാണ് ജമാഅത്ത്. ഈ ഹദീസും ആയത്തും വെച്ചിട്ട് പറയുന്നു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘത്തിന്റെ കൂടെ ആകണം. ഫഇന്നമാ യഅകുലു ദിഅബു മിനൽ ഗനമിൽ ഖാസിയ, ഒറ്റക്ക് നടക്കുന്ന ആടിനെയാണ് ചെന്നായ പിടിക്കുക. കൂട്ടം തെറ്റിപ്പോകുന്ന ആടിനെയാണ് ചെന്നായ പിടിക്കുക. സംഘത്തിൽ നിന്ന് വിട്ടാൽ എന്താണെന്നറിയോ? നമ്മള് ഈ നല്ല മധുരമുള്ള ആഹാരം തുറന്നു വെച്ചു, മധുരമുള്ള ആഹാരം തുറന്നു വെച്ചു, ആരും നോക്കാനൊന്നുമില്ല. അപ്പം ഉണ്ടാവും അതിന്മേക്ക് ഈച്ചങ്ങനെ വരും അല്ലെ? പലയിടത്തും പോയിരുന്ന ഈച്ചകളാക്കാരം, മൂത്രത്തിൽ പോയിരുന്നിട്ടുണ്ടാവും, കാഷ്ടത്തിൽ പോയിരുന്നിട്ടുണ്ടാവും, തുപ്പിയതിൽ പോയിരുന്നിട്ടുണ്ടാവും, ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്ത് പോയിരുന്ന ഈച്ച ഉണ്ടാകും, വ്രണത്തിൽ പോയിരുന്ന ഈച്ച ഉണ്ടാകും, നല്ലോടത്ത് പോയിരുന്നത് വളരെ കുറവാക്കാരം. ഇങ്ങനത്തെ ഈച്ചകൾ വന്നിട്ട് ഈ തുറന്നു വെച്ച് കിടക്കുന്ന ഭക്ഷണത്തിന്റെ മേലിങ്ങനെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നാലോ
ആ ഭക്ഷണം തിന്നാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഈച്ച അവിടേക്ക് വല്ലാതെ വരൂല. കാരണം എന്താ, ആ ഭക്ഷണത്തിന് ചുറ്റിലും ആരുണ്ട്? അത് കഴിക്കാനുള്ള ആളുകളുണ്ട്. സത്യത്തിന് നിലകൊള്ളുന്ന ആളുകൾക്ക് ചുറ്റിലും ആരുണ്ട് എന്നറിയോ? അയാളെ നിരീക്ഷിക്കുന്ന, അയാളെ പിന്തുണക്കുന്ന, അയാളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അയാൾ എവിടേക്കെങ്കിലും തെറ്റിപ്പോയാൽ എന്തേ അവിടെ പോയത്, എന്തേ ഇവിടെ പോയത്, എന്തിനാ അങ്ങനെ ചെയ്യരുത്, ജമാഅത്തിന് കണ്ടില്ലല്ലോ, മീറ്റിങ്ങിന് എത്തിയില്ലല്ലോ, ഇങ്ങനെ ചോദിക്കാൻ ആളുണ്ടാകും. തെറിച്ചു പോയാലോ? ഈ പറഞ്ഞ പോലെ പല മാലിന്യങ്ങളിലും ഇരുന്ന ഈച്ചകൾ ഇങ്ങനെ വന്നിട്ട് ഇയാളെ പൊതിയും. പിന്നെ നമ്മൾ കാണും എന്താ അറിയോ, അയാളൊരു മലിന വസ്തു ആയിട്ടുണ്ടാവും. അയാളെ പിന്നെ നമുക്ക് അടുപ്പിക്കാൻ കഴിയൂല. അതാണ് ഈ ഹദീസ് വെച്ചിട്ട് പറയുന്നു. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞ കാര്യം കണ്ടുങ്ങൾ, ഫനഹനു നഅരിഫ് കണ്ടോ, ഫനഹനു നഅരിഫു ബിത്തജ്രിബ വബിത്തഫഖുഹി ഫിന്നുസൂസി ശർഇയ്യ. അദ്ദേഹം പറയുന്നു, നമുക്ക് അനുഭവത്തിൽ അറിഞ്ഞതാണ്, നമുക്ക് അനുഭവമുള്ളതാണ്, വെറും അനുഭവം മാത്രമല്ല, വബിത്തഫഖുഹി ഫിന്നുസൂസി ശർഇയ്യ, മതപരമായിട്ടുള്ള തെളിവുകളുടെ വെളിച്ചത്തിലും മനസ്സിലാക്കിയ കാര്യമാണ്. അന്ന കുല്ല മൻ യസ്അമു ബിഅന്നഹു സലഫിയുൽ അഖീദ വഅന്നഹു ലാ യുരീദു അൻ യൻതമി ഇലാ ജമാഅ. ഞാൻ സലഫി അഖീദയിൽ തന്നെയാണ്, പക്ഷെ സംഘടനക്കൊന്നും എന്നെ കിട്ടൂല. ഓരോ വാക്കും നോക്കണം കേട്ടോ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ഏറ്റവും മുനാസബായ യോജിച്ച പ്രയോഗം അതൊക്കെ. ഞാൻ സലഫി അഖീദയിലാണ്, ഒരു തെറ്റും എനിക്ക് വന്നിട്ടില്ല, പക്ഷേ ഈ സംഘടനാ കാര്യത്തിനൊന്നും നിന്നെ വിളിക്കരുത് എന്ന് പറയുന്ന ആളുകൾ അവന് ഒറ്റക്കാണ്, ഞാൻ ഒറ്റക്ക് എന്നവൻ പറയുന്നു ചോദ്യത്തിൽ വന്ന പോലെ. കാരണം ചോദ്യം അങ്ങനെ എന്നത്, ഒരാൾ ഞാൻ ഒറ്റക്ക് നിൽക്കുകയാണ് എന്നാണ് അയാൾ വാദിക്കുന്നത്. അപ്പൊ ആ നിലക്കുള്ള ചോദ്യമാണ് വന്നത്. നഹ്നു നഅലമു ബിത്തജ്രിബ അന്ന ആഖിബത ഹാദൽ ഇൻസാൻ ഹുവൽ ഇൻഫിറാദു അനിദ്ദഅവ. ഒരു സംശയവും വേണ്ട, അവന്റെ പര്യവസാനം എന്താ കാരന്നറിയോ? ഓ ദഅവത്തൊക്കെ വിട്ട് ഏതോ ലോകത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടാവും. ഇത് പ്രമാണങ്ങളെ പറ്റി കൃത്യമായ ബോധമുള്ള പണ്ഡിതന്മാർ പ്രമാണങ്ങൾ വെച്ച്, അവരെ വാക്കുകൊണ്ടല്ല പ്രമാണങ്ങൾ വെച്ച് നമ്മളെ പഠിപ്പിക്കണം. അപ്പോ സംഘടന എന്ന ഒരു സംവിധാനം മതവിരുദ്ധല്ല. മനസ്സിലായുണ്ടോ? മുജാഹിദുകളിൽ പെട്ടവർ തന്നെ അങ്ങനെ ഒരു ആശയവുമായിട്ട് വന്നു. സംഘടന എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്, ഒരു പുതിയ രീതിയാണ്, അത് പറ്റൂല. അപ്പൊ ഈ ചിന്താഗതി വന്ന സമയം മുതൽ തന്നെ പണ്ഡിതന്മാര് വർഷങ്ങളായിട്ടോ, ഇന്നോ ഇന്നലൊന്നുമല്ല, വർഷങ്ങളായിട്ട് വന്ന കാര്യമാണ്. അതിന് കൃത്യമായ മറുപടി ഇത്തരീയ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഓതി പറഞ്ഞു കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ബഹുമാനായ ഷമീർ മദീനി ഉസ്താദ് എഴുതിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പുസ്തകം. അത് ഇപ്പോഴും ലഭ്യമുള്ള പുസ്തകമാണ്. അതൊക്കെ നമ്മൾ വാങ്ങി വായിക്കണം. ദഅവത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും നല്ല ഒരു പുസ്തകമാണ്. അപ്പൊ അത്തരം പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ട് പണ്ഡിതന്മാര് കൃത്യമായ മറുപടികൾ കൊടുത്തു ഇങ്ങനത്തെ ഒരു തെറ്റായ ചിന്താഗതിക്ക്. കാരണം ഇതൊരു ഇസ്ലാമികപരമായ ചിന്തയല്ല. ഇസ്ലാമിനെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ അജണ്ട ഒരുക്കുന്നുണ്ടോ അവരുടെ ചിന്തയാണ്. കാരണം സത്യത്തിന്റെ ആളുകൾ ഒരു ഭാഗത്ത് ഒന്നിച്ചുകൂടി പ്രവർത്തിക്കുക എന്നത് ശത്രുക്കൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്യും? അവർ എപ്പോഴും പുറപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു ചിന്താഗതിയാണെന്ത്, ഇവിടെ ഇസ്ലാമിക ഭരണമൊന്നും അല്ലല്ലോ, ഇസ്ലാമിക രാജ്യമൊന്നും അല്ലല്ലോ, അപ്പൊ ഇവിടെ ഉമറാക്കൾ അല്ലെങ്കിൽ ഉലമാക്കളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സംഘടനാ സംവിധാനമൊന്നും പാടില്ല, അതൊക്കെ ഒരു പുതിയ കാര്യമാണ് എന്ന് പറഞ്ഞ് ആളുകൾ വന്നു. അതിന് മറുപടിയായി കൊടുത്ത പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദഅവത്ത് പ്രാധാന്യവും പ്രയോഗവും എന്ന ഷമീർ മദീനിയുടെ പുസ്തകം. എല്ലാ നിലക്കും തെളിവുകൾ കൊടുത്തു. പിന്നെ അതിങ്ങനെ ശുഷ്കിച്ചു വരാൻ തുടങ്ങി. ആ ചിന്താഗതി കൊണ്ടുവന്ന ആളുകൾക്ക് തന്നെ ഒരു മടുപ്പും മുഷിപ്പൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ അവര് വീണ്ടും എന്ത് പറഞ്ഞു? ഇനി ഒരു പണിക്കുമില്ല, ഞങ്ങൾ വീട്ടിൽ കുത്തിരിക്കുകയാണ് പറഞ്ഞു. വീട്ടിൽ കുത്തിരിക്കുകയാണ്, വേറെ പണിയൊന്നുമില്ല. ആ വാദം പറയുന്നത് 2011 11-12 കാലത്താണ്. അവിടെയും ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചു. ഇൽസം ബൈത്തക്. അതെന്താ? ലോകം ആകെ എവിടെ നോക്കിയാലും ഫിത്തിന, കണ്ണ് തുറന്ന ഫിത്തിനയാണ് കാണുന്നത്. ആരും ഒന്നിനുമില്ല, ഒറ്റക്കുള്ളൂ.
നന്മക്ക് വേണ്ടി ഒരു മനുഷ്യനും ഇല്ലാതെ വരുമ്പോൾ ഇൽസം ബൈതക്, ആ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുരക്ഷിതത്വം ഉള്ളത് എവിടെ വെച്ചാൽ അവിടെ ഇരുന്നോ എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് ദുർവ്യാഖ്യാനിച്ചിട്ട് ഇനി ഇങ്ങനത്തെ പണിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൽസം ബൈതക്. പക്ഷെ ആ വ്യക്തി പിന്നെയും പുറത്തിയാടി, അയാൾ പിന്നെയും പുറത്തിയാടി. അയാൾ കൊണ്ടുവന്ന, അഥവാ സുബൈർ മൗലവി മങ്കട, അദ്ദേഹം കൊണ്ടുവന്ന ആ ആശയത്തെ പിന്നെ വേറെ ഒരു കോലത്തിൽ ചില ആളുകൾ ഏറ്റെടുത്തു. അതെപ്പോഴാണ്? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഒരു സംവിധാനം വരാനുള്ള പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും അറിയാലോ. മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ആദർശം പല ആൾക്കാരും ഒഴിവാക്കിയപ്പോ ആദർശം ഞങ്ങൾ തരൂല, പ്രമാണ നിലപാട് ഞങ്ങൾ തരൂല, അത് ആർക്കും വേണ്ടി ഞങ്ങൾ നശിപ്പിക്കൂല എന്ന് ആ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പലരും കത്തൊക്കെ അയച്ച് പുറത്താക്കപ്പെട്ട് നമ്മൾ കൃത്യമായി വീണ്ടും ഈ ആദർശ പ്രചരണത്തിലേക്ക് വന്നപ്പോ അതിനോട് ഒരു സുഖമില്ലായ്മ തോന്നിയ ആളുകൾ പിന്നെ എന്ത് ചെയ്തു? സംഘടനക്ക് ഷർത്തുകളില്ല, ഷർത്തൊന്നുമില്ല. അപ്പൊ എന്താ ഷർത്ത്? ഷർത്ത് പറഞ്ഞ എന്താ? നിബന്ധന, ഷുറൂത്തുകൾ. മതപരമായി ഒരു സംഘടനാ സംവിധാനം വേണമെങ്കിൽ അതിന് പാലിക്കപ്പെടേണ്ട നിബന്ധനകളുണ്ട്. വവാബിത്ത് അല്ലെങ്കിൽ ഷുറൂത്ത് എന്നാണ് അറബിയിൽ അതിന് പറയാ. അപ്പൊ അങ്ങനെ ഷുറൂത്തുകളൊന്നുമില്ല എന്ന് പറഞ്ഞു കണ്ട് ചില ആളുകൾ മനസ്സിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പുറത്തു വന്നു. അതിലേക്ക് പല പണ്ഡിതന്മാരെയും തെറ്റിദ്ധരിപ്പിച്ച് അവർ കൊണ്ടുപോകാൻ നോക്കി. പിന്നീട് പലർക്കും അത് തെറ്റാന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്തു. തെറ്റാന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അപ്പോ നമ്മുടെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ച വെച്ചു, എന്താ ഏത് നിബന്ധനയാണ് ഇല്ലാത്തത്? അപ്പൊ ഒന്നാം നിബന്ധന എന്താ അറിയോ? അള്ളാഹുവിലും അള്ളാഹുവിന്റെ ദൂതരിലും കൃത്യമായ വിശ്വാസം വേണമെന്ന്. അതില്ലാത്ത ആൾക്കാരാണ് നമ്മള്. അതില്ലെങ്കിൽ നമ്മൾ തകർന്നില്ലേ? അള്ളാഹുവിലും അള്ളാഹുവിന്റെ ദൂതരിലും വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സത്യത്തിന്റെ ആളാകാൻ കഴിയുക? ആ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സത്യത്തിന്റെ വക്താവായി പ്രചാരകനായി മാറാൻ സാധിക്കുക? അപ്പോ ഇല്ല, ഇത് റെഡിയാണ്. രണ്ടാം നിബന്ധന എന്താ? അള്ളാന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കാത്ത ഒരാൾക്ക് എങ്ങനെ സത്യത്തിന്റെ ആളാകാൻ കഴിയുക? അത് കൂടെ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ സത്യം പറയാൻ സാധിക്കുക? അപ്പോ ആ ഒരു വാദവും അവിടെ പൊളിഞ്ഞു. സ്വാഭാവികമായിട്ടും പിന്നുണ്ടായത് കുറച്ച് ആളുകൾ ആ റൂട്ടിലേക്ക്, വേറെ റൂട്ടിലേക്ക് പോയി. അവരാദ്യമൊക്കെ സംഘടന വേണ്ട, അതിന്റെ ആവശ്യമില്ല, പ്രസിഡന്റ് വേണ്ട, സെക്രട്ടറി വേണ്ട, ട്രഷറർ വേണ്ട, ജില്ലാ കമ്മിറ്റി വേണ്ട, ഒറ്റ കമ്മിറ്റി വേണ്ട. അപ്പൊ എങ്ങനെ ഇപ്പൊ നടക്കുക? ഇതിപ്പോ ആരാ കൊണ്ടു നടക്കുക? അതൊക്കെ എങ്ങനെയും നടന്നോട്ടെ, അത് ശരിയല്ലല്ലോ. ഒരു നിലാമ് വേണമല്ലോ. ഒരു നിലാമില്ലാതെ ഇപ്പൊ എങ്ങനെ ശരിയാ? ഒരു ചിട്ട വ്യവസ്ഥ വേണമല്ലോ. അപ്പൊ അതിന് കൃത്യമായ ഉത്തരവൊന്നുമില്ല. പിന്നെ നോക്കുമ്പോ നമ്മൾ കാണുന്നു അവർ തമ്മിൽ ഭയങ്കര അടി. അതെന്താ? നമുക്കൊരു അമീർ വേണം. 3 ആളുണ്ടെങ്കിൽ ഒരാൾ അമീർ ആകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ? ശരി. 3 ആളുണ്ടെങ്കിൽ ഒരാൾ അമീർ ആകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ? അപ്പൊ ഞമ്മക്കുള്ള അമീർ ആരാണ്? അപ്പൊ ഓർക്കും മനസ്സിലായി ഇത് സംഗതി അവിടെ തന്നെ ശരി എന്നുള്ളത്. ഇങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ അത്തരം വാദക്കാരിൽ സംഭവിക്കും. ഇപ്പൊ നോക്കാൻ നിങ്ങൾ ഈ വാദഗതികളുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ സത്യത്തിന്റെ വിഭാഗത്തെ മുറിവേൽപ്പിക്കാൻ വന്നവർ ചിന്നിച്ചെതർ. ഒരു കുപ്പി ഗ്ലാസ് നിലത്ത് കിട്ടാൻ എന്താ അവസ്ഥ? അതേപോലെ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം എന്താ അറിയോ? നമുക്ക് അമീർ വേണ്ടേ? ആ ശബ്ദം കേട്ട് ഓർമ്മയുണ്ട്. പിന്നെ ആകപ്പാടെ ബഹളായി. ഇപ്പൊ ശരിക്കും എണ്ണെടുത്ത ഒരു 10 കേന്ദ്രം 10 ടീമായിട്ട് അവർക്കുണ്ട്. അതൊരു പരീക്ഷണാണ്. കാരണം എന്താ? യദുല്ലാഹി മഅൽ ജമാഅ, കണ്ടോ? വകൂനു മഅസ് സ്വാദിഖീൻ. ഇത് പാലിക്കാൻ തയ്യാറായില്ല. ചില വാശി, കുശുമ്പ്, അസൂയ, കുനിഷ്ട്, ഇതൊക്കെ തന്നെ കാരണം, വേറൊന്നുമല്ല. ഈ അസൂയ കൊണ്ട് തന്നെയാണ് ഒരുപാട് അറിവുള്ള, വിവേകമുള്ള, പക്വതയുള്ള, പ്രാവീണ്യമുള്ള ആളുകളെ പച്ചക്ക് ആക്ഷേപിച്ചും ചീത്ത വിളിച്ചു നടക്കുകയാണ്. അവസാനം നോക്കൂ നിങ്ങൾ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാപപ്രാർത്ഥന വരെ നടത്തി. അവർ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തി. അവരങ്ങോട്ടും ഇങ്ങോട്ടും ശാപപ്രാർത്ഥന നടത്തുക. എന്നിട്ട് നമ്മൾ പേച്ചോല എന്ന് പറയാ. വിസ്ഡത്തിന്റെ പിഴവുകൾ, വിസ്ഡത്തിന്റെ തെറ്റുകൾ,
എന്നാ തെറ്റെന്താ? അതില്ല. തെറ്റ് എന്നുള്ള വാക്കുണ്ട്, തെറ്റ് കാണാനില്ല. പിഴവ് എന്നുള്ള വാക്കുണ്ട്, പിഴവ് കാണാനില്ല. അവിടെയാണ് നമ്മൾ ഈ വിഷയത്തെ ഗൗരവത്തിൽ എടുക്കേണ്ടത്. ഇപ്പോഴും സോഷ്യൽ മീഡിയ കൂടെ ഉണ്ടാകും, വിസ്ഡത്തെ ശ്രദ്ധിക്കണം, വിസ്ഡത്തോട് ജാഗ്രത പുലർത്തണം, കാണിക്കണം, അവരെ പോക്ക് ശരിയല്ല, ആ ഷെയ്ഖ് പറഞ്ഞു, ഈ ഷെയ്ഖ് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യങ്ങളിൽ കൊണ്ടുവരാം. ഏതായിരുന്നാൽ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലം എല്ലായിടത്തും ഇല്ല. പല സ്ഥലങ്ങളിലൊക്കെ പ്രബോധകർക്ക് വലിയ ഒരു പ്രയാസം, ഒരു മനസ്സിലെന്തോ ഒരു വേദന അവരെ വാക്കുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീമല്ല അവര്. പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചൊരു ടീമുണ്ട്, ഇവിടെ പുറനഗരത്ത് കുറച്ച് ആൾക്കാരുണ്ടാവും, അതേപോലെ തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിയിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, കണ്ണൂർ കേന്ദ്രമാക്കിയവരുണ്ട്. ഇപ്പൊ കണ്ണൂർ ഈ അടുത്ത് കണ്ടില്ലേ, പത്രവാർത്ത കണ്ടില്ലേ നിങ്ങൾ? ഈ കുഴപ്പത്തിന് മുന്നിൽ നിന്ന ആളാണ് ഇപ്പോൾ അവിടെ അടിയുണ്ടാക്കുന്നത്. അടിയുണ്ടാക്കിയിട്ട് ചോര ഒലിപ്പിച്ച് നടക്കുക. ഈ ഉള്ളവന് ഓർമ്മയുണ്ട്, ആ പ്രശ്നം നടക്കുന്ന കാലത്ത് അവിടെ ഹുത്തുബക്ക് ഏൽപ്പിക്കപ്പെട്ടത് ഈ ഉള്ളവനെയാണ്. അപ്പൊ അന്ന് എന്തോ ഒരു കാരണം കൊണ്ട് ഞാൻ പോകാതെ അർഷദ് അൽ ഹിക്കമിയാണ് അന്ന് ഹിക്കമി ആയിട്ടില്ല, അർഷദ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പോയത്. അപ്പൊ എനിക്ക് അവിടുന്ന് ഭീഷണി ഉണ്ടായി, മൂസെങ്ങാനും ഈ വൈക്ക് വന്നാൽ കാണിച്ചാൽ വിവരം അറിയിട്ടോന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പോകാൻ നമുക്ക് തൗഫീക്കില്ല, അപ്പൊ അന്ന് പോയിട്ടില്ല. അവിടെ ഇപ്പൊ എന്താ അവസ്ഥ? അവിടെ അടിയാണ്. കാസർഗോഡ് മഞ്ചേരിയൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റപ്പിടുത്തമിട്ട ആളുകളാണ്, പറ്റപ്പിടുത്തമിട്ട ആളുകൾ. എന്താണ് അവരുടെ നില? എന്താണ് അവർ പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? ഒന്നും അവർക്ക് തന്നെ അറിയണില്ല. നമ്മളെ നേരെ എന്തൊക്കെ ആരോപിച്ചോ അതൊക്കെ അവർക്ക് വേണം. അപ്പൊ എന്തിനാ പിന്നെ തെറ്റാന്ന് പറഞ്ഞു പോയത്? എന്നാ പിന്നെ ഇവിടെ നിന്നാ പോരെ. അപ്പൊ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. വബില്ലാഹി തൗഫീഖ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാരുടെ, ഉമറാക്കളുടെ, പ്രബോധകന്മാരുടെ നേതൃത്വത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ, എല്ലാ ശത്രുക്കൾക്കും ഒരു പേരെന്ന് പറയാനുള്ളൂ. ആ പേരേതാ? വിസ്ഡം എന്ന പേരാ. വേറെ അവർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ മനസ്സ് വരുന്നില്ല. മനസ്സിലാവുണ്ടോ? ഇപ്പോ മർക്കസ് ദവാ വിഭാഗവും സീഡി ടവർ വിഭാഗം, ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടോ? ഇല്ല. അവര് ബായ് ബായ് ആയിട്ട് നമ്മളെ പറ്റി പറയുന്നു, അല്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ ടീമും, ഏത് ഈ സംഘടന വേണ്ടാന്ന് പറഞ്ഞ ടീം ഇപ്പൊ എന്ത് ചെയ്തു? അബുൽ അലാ മൗദൂദിയുടെ ആശയത്തേക്ക് പോയി. അപകടം മനസ്സിലാക്കണം. അബുൽ അലാ മൗദൂദിയുടെ ആശയത്തേക്ക് പോയി നിൽക്കാണ് പോയി. അപ്പൊ എന്താ? ആ രണ്ട് ടീമും നമ്മളെ പറ്റി പറയും. സമസ്തക്കാർക്ക് മൊത്തം പറയാനുള്ളത് നമ്മളെ, തബ്ലീഗികൾക്ക് നമ്മളെ, നിരീശ്വരവാദികൾക്കും നമ്മളെ, CH മുസ്തഫാനെ പോലത്തെ ആൾക്കാർക്കും നമ്മളെ, എല്ലാവർക്കും വെട്ടിപ്പൊളിക്കാനുള്ള ഒരു വറക് മുട്ടിയായിട്ട് കിടക്കുകയാണ് നമ്മൾ. പക്ഷേ നമ്മൾ നല്ല പച്ച വിറകായതുകൊണ്ട് അത് പൊളിയണില്ല. അതോടെ പോലും തോറ്റത്. ഇവിടെയാണ് നമ്മളെ ഈ പഠനത്തിന്റെ പ്രസക്തി. ഇത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കണം, വെറുതെ അല്ല. ഇത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും.